വെൽക്കം ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മുടെ മെറ്റീരിയലിനകത്താണെങ്കിലും എക്സാമിനകത്താണെങ്കിലും അറൗണ്ട് ഒരു 15-20% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ഈ IBC എന്ന് പറയുന്ന ചാപ്റ്ററിന് മാത്രമാണ്. കഴിഞ്ഞ ഒരു 2-3 ടേം ഓഫ് CMA ആണെങ്കിലും ഫൈനൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ഏരിയാസിനകത്ത് ചോദിക്കുന്നതും ഈ പറയുന്ന IBC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, സോ ഞാനിത് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ കാരണം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ചാപ്റ്ററുകൾ എടുത്തതുപോലെ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ ഫുൾ സ്ട്രക്ചർ ആയിട്ട് നമുക്കിത് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പറ്റില്ല. സോ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്കൊരു 4-5 വീഡിയോസ് ആയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യണേ. ഞാനത് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം ഓരോ ഏരിയയും ലിങ്ക്ഡ് ആണ്. സോ നിങ്ങൾ ഓരോ വീഡിയോയും വൃത്തിയായിട്ട് കണ്ട് നല്ലപോലെ പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്ത കാണുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് വൺ കണ്ടോ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് ഈ പറഞ്ഞതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു കമ്പനി, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു ഫേം ഇതൊരു ഇൻസോൾവൻ്റ് ആവാൻ പോവുകയാണ്. സോ ഒരു അവസാന കൈ എന്നുള്ള രീതിയിൽ നമുക്ക് ആ കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ പ്രാധാന്യം പറയുന്നത്, അല്ലേ? സാധാരണ രീതിയിൽ നമ്മൾ കമ്പനീസ് ആക്ട് ഒക്കെ പഠിക്കുന്ന നേരത്തെ ലിക്വിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒക്കെ പഠിച്ചായിരുന്നു. എന്താ ലിക്വിഡേഷൻ മീൻസ്? ദാറ്റ് മീൻസ് ഇനി കമ്പനിയായിട്ട് മുന്നോട്ട് പോകാൻ മാനേജ്മെൻറ്റിനോ അതിൻ്റെ ഓണേഴ്സിനോ തീരുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ ആ കമ്പനി നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വരുന്നു. സോ അതിനെ ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനെ ഇൻസോൾവൻ്റ് ആക്കിയിട്ട് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. സോ ഇവിടെയാണ് ഇൻസോൾവൻറ്റ് ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത കയറി വരുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു അവസാന ഹോപ്പാണ്. വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇൻസോൾവൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്പനീനെ അല്ലെങ്കിൽ ആ ഫേമിനെ നമുക്ക് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ കമ്പനി ഫേം മാത്രമല്ല, ഇവന് ഇൻഡിവിജ്വൽസ് പോലും ഇതിനകത്ത് വരുന്നുണ്ട്. സോ അവരെ ഇതിനകത്തോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, ഇൻസോൾവൻസി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു അവസാന ഹോപ്പാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഓക്കെ, സോ ഈ ചാപ്റ്റർ പറഞ്ഞ് തീരുന്നത് വരെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? സോ ലാസ്റ്റ് ഹോപ്പാണ്. ദാറ്റ് മീൻസ് ഇൻസോൾവൻ്റ് ആവുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്നതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ലാസ്റ്റ് ഹോപ്പായിട്ടാണ് നമ്മൾ ഏതിനെ ഡിസ്കസ് ചെയ്യണേ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്ന സാധനത്തിന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇവിടെ ദ പർപ്പസ് ഓഫ് ദ ആക്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോഡ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കോഡിൻ്റെ പ്രാധാന്യങ്ങൾ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. The first one, okay, the consolidate and amend the laws relating to reorganization and insolvency resolution of a corporate person, partnership firms and individuals. That means നിലവിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ IBC വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന എല്ലാ ആക്ടിനെയും കൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ കമ്പനീസ് ആക്ടിനകത്ത് ലിക്വിഡേഷൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ടിനകത്തും ഈ പറയുന്ന ലിക്വിഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഈ പറയുന്ന ഏരിയാസിനെ എല്ലാം കൂടെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോസസ്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പറയണേ, IBCയുടെ ഏറ്റവും ഫസ്റ്റ് പർപ്പസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻ എ ടൈം ബൗണ്ട് മാനർ. ദാറ്റ് മീൻസ് ഈ പറയുന്നത് പോലെ ഈ ഒരു റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോസിബിൾ ആക്കുന്ന ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരിക, ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുക. ആൻഡ് തേർഡ് വൺ, ഫോർ എ മാക്സിമൈസേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് സച്ച് പേഴ്സൺസ്. അവരുടെ അസറ്റിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. ആൻഡ് ടു പ്രൊമോട്ട് ദ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ആർക്കാ? ഈ പറയുന്ന പേഴ്സൺസിൻ്റെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് അത് ചെയ്യുക. ആൻഡ് ദ ബാലൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഓൾട്ടറേഷൻ ഇൻ ദ ഓർഡർ ഓഫ് പ്രിയോറിറ്റി ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് യൂസ്. ദാറ്റ് മീൻസ് ലിക്വിഡേഷൻ്റെ സമയത്താണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന കമ്പനി കൊടുക്കേണ്ട പേയ്മെൻറ്റ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് IBCക്കകത്തും പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്ന കമ്പനീനെ തിരിച്ചു കൊണ്ടുവരികയാണ്, എന്നിട്ട് അവർ ഇനി കൊടുക്കാനുള്ള പേയ്മെൻറ്റിന് പോലും ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ആൻഡ് ദ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, IBCയുടെ ഏറ്റവും ലാസ്റ്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് എന്താ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോർഡിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് IBCയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പർപ്പസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായി? ഈ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ നമ്മളിത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ദാറ്റ് മീൻസ് ആദ്യമേ പറഞ്ഞതുപോലെ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്ന ഒരു ഫേമിനെയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെയോ ഒരു കമ്പനീനെയോ ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു അവസാന ഹോപ്പ് എന്നുള്ള രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IBC ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായാൽ നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ദ കോഡ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഈ കോഡിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇതിനകത്ത് ഫസ്റ്റ് വൺ,
പാർട്ട് 1 സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 3 വരെ ഈ കോഡുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പാർട്ട് 2 ആണ് സെക്ഷൻ 4 ടു സെക്ഷൻ 77 വരെ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതും ഈ CIRP ആണ്, കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്. ദാറ്റ് മീൻസ് അവിടെ റെസൊല്യൂഷൻ പ്രോസസ്സ് തന്നെയാണ്. അതിന് മുമ്പ് ആ വേർഡ് പറയാം, എന്താണ് റെസൊല്യൂഷൻ പ്രോസസ്, നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ നമുക്കത് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഈ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അറ്റംപ്റ്റിനാണ്, പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ സെക്ഷൻ 4 തൊട്ട് സെക്ഷൻ 77 വരെ റെസൊല്യൂഷൻ പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത് ആരുടെ ആണെന്ന് മാത്രം, ഈ പറയുന്ന കോർപ്പറേറ്റ്സിൻ്റെ ആണെന്ന് മാത്രം, കമ്പനിയുടെ ആണെന്ന് മാത്രം. ആൻഡ് ദ തേർഡ് വൺ പാർട്ട് 3 ആണ് സെക്ഷൻ 78 തൊട്ട് 187 വരെ ഈ കോർപ്പറേറ്റ് റെസൊല്യൂഷൻ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അത് കമ്പനിയുടെ അല്ല, ഇൻഡിവിജ്വലിൻ്റെയും പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെയും ആണ്. സോ ഇവിടെ റെസൊല്യൂഷൻ പ്രോസസ്സ് മെയിൻ ആയിട്ട് 3 പേർക്കാണ്. ആദ്യത്തെ കോർപ്പറേറ്റ്സിനാണ്, ആൻഡ് സെക്കൻഡ് വൺ ഇൻഡിവിജ്വൽസിനും പാർട്ട്ണർഷിപ്പ് ഫേംസിനും ആണ്. മനസ്സിലായോ? ആൻഡ് പാർട്ട് 4 എന്ന് പറയുന്നത് സെക്ഷൻ 188 തൊട്ട് 223 വരെ റെഗുലേഷൻസ് ആണ്. ഓക്കെ, ഈ ബോർഡുമായിട്ട് അല്ലെങ്കിൽ ഈ IBC ആയിട്ട് ബന്ധപ്പെടുന്ന റെഗുലേഷൻസ് ആണ് പറഞ്ഞത്. ആൻഡ് ദ ലാസ്റ്റ് വൺ പാർട്ട് 5 സെക്ഷൻ 224 ടു 225 മിസ്ലേനിയസ്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കയറി വരുന്ന മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസും കാര്യങ്ങളും. സോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതും ഈ 2 പാർട്ടുകൾ തന്നെയാണ്, പാർട്ട് 2ഉം പാർട്ട് 3. സോ എഗെയിൻ പറയുന്നു, പാർട്ട് 1 ടു പാർട്ട് 3 പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്താണ് റെസൊല്യൂഷൻ പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അത് ആരുടെയാണ്, ആരെ ഹെൽപ്പ് ചെയ്യാനാണ്? ഈ കമ്പനി ഇൻസോൾവൻ്റ് ആവാൻ പോകുന്ന കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാർട്ട് 2-നകത്ത് പറയുന്നത്. അതേ ശ്രമം തന്നെയാണ്, പക്ഷെ അത് കമ്പനിയുടെ അല്ല, ഇൻഡിവിജ്വലിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയോ ആണ്. അതാണ് പാർട്ട് 3-കകത്ത് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, എന്താണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? പറയട്ടെ, എന്താണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്നവരെ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നോക്കാം, the insolvency resolution process is the process by which an entity can be revived in a time-bound manner. Under this code, the corporate insolvency resolution process is provided to overcome the state of insolvency. ഇൻസോൾവൻസി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ലാസ്റ്റ് ഹോപ്പായിട്ടാണ് നമുക്ക് IBC കൊണ്ടുവരുന്നത്. ദിസ് പ്രോസസ് ഈസ് മാൻഡേറ്റഡ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദിസ് പ്രോസസ് ഈസ് മാൻഡേറ്റഡ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ 180 days. മനസ്സിലായി? അതായത് ഇൻസോൾവൻസി എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഈ പ്രോസസ്സ് ഇത് തുടങ്ങി എത്ര ദിവസത്തിനുള്ളിൽ? 180 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കാൻ 2 കാര്യങ്ങൾ വരും. ഒന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവർ രക്ഷപ്പെടില്ല എന്ന് തീരുമാനിച്ച് അവരെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ആ പ്രോസസ്സ് എത്ര ദിവസത്തിനുള്ളിൽ? 180 ഡേയ്സിനുള്ളിൽ തന്നെ തീർക്കണം. അവിടെ ഓക്കെ, എക്സ്റ്റെൻഡബിൾ ബൈ മാക്സിമം 90 days. ദാറ്റ് മീൻസ് ആ പ്രോപ്പർ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോസോ റീസൺസോ ഉണ്ടെങ്കിൽ ആ 180 days എന്ന് പറയുന്നത് ഒരു 90 days കൂടെ കൂട്ടി കൊടുക്കും. ഒരു ടേമിനകത്ത് എക്സാമിന് ചോദിച്ചൊരു ഏരിയ ആണത്. എത്രയാണ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചായിരുന്നു, എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ടോട്ടൽ എത്ര ഡേയ്സ് കിട്ടുമെന്ന്. ഓക്കെ, സോ ഇൻസോൾവൻ്റ് ആവാൻ പോകുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലാസ്റ്റ് ഹോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് 180 days കൊണ്ട് തീർക്കും വേണം. സഫീഷ്യൻ്റ് ആയിട്ടുള്ള കോസോ റീസൺസോ ഉണ്ടെങ്കിൽ അതിന് എത്ര ദിവസം കൂടെ? ഒരു 90 days കൂടെ നമുക്ക് കൂട്ടി കൊടുക്കാം. And the next one, under this process of insolvency resolution, the possibility to revive the business is assessed, and if such a possibility is ruled out, in a result into liquidation, that is winding up of the company. അതായത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നു, ആ കൊണ്ടുവരാനുള്ള ശ്രമം എന്തില്ലെങ്കിൽ നടപ്പായില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏതിലോട്ട് തന്നെ പോകും? ലിക്വിഡേറ്റ് ചെയ്ത് തന്നെ പോകും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ സെക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ, IBC എന്താണ്, IBC എന്തിനാണ് കൊണ്ടുവന്നത്, IBCനെ നമ്മൾ 5 പാർട്ടായിട്ടാണ് തരംതിരിച്ച്. ആ 5 പാർട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് റെസൊല്യൂഷൻ പ്രോസസ്സാണ്, ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. 180 + 90 ഡേയ്സിനുള്ളിൽ അത് തീർക്കും വേണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഓക്കെ എക്സ്റ്റൻഷൻ ഓഫ് ദ കോഡ്. അതായത് ഇപ്പോൾ നേരത്തെ വരെ നിങ്ങൾക്ക് നേരത്തെ ലോ പഠിച്ച ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഓരോ ആക്ടിൻ്റെ എക്സ്റ്റൻഷൻസ് പറയുന്ന നേരത്ത് ജമ്മു ആൻഡ് കാശ്മീരിനകത്ത് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ എക്സ്റ്റൻഷൻ ആണ് സെക്ഷൻ 1-നകത്ത് പറയണേ. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. എല്ലാ ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഒരു ആക്ട് ബാധകമാണ്. സെക്ഷൻ 1. ഓക്കെ, സെക്ഷൻ 1 to 3 നമ്മൾ എന്താ പറഞ്ഞേ? പ്രിലിമിനറി ആണ് പറഞ്ഞത്. ആ പ്രിലിമിനറി ആണ്, അതിനകത്ത് ആദ്യത്തെ കാര്യമാണ് പറയണേ. സെക്ഷൻ 1 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ആക്ട് ഓൾ ഓഫ് ഇന്ത്യയിൽ എല്ലാവർക്കും ഇത് ബാധകമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ,
അപ്ലിക്കബിലിറ്റി ഓഫ് ദ കോഡ് സെക്ഷൻ 2. ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ എന്നാണ് പറയണേ. ഇതും ഒരിക്കൽ എക്സാമിന് ചോദിച്ചൊരു ഏരിയ ആണ്. നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, any company incorporated under the Companies Act 2013 or under any previous company law. Okay, that means ഈ ആക്ട് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ആർക്കൊക്കെ ബാധകമാണെന്നാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യത്തെയാണ് എനി കമ്പനി ഇൻകോർപ്പറേറ്റഡ്, കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്. And the second one, any other company law governed by any special act for the time being in force. കമ്പനീസ് ആക്ട് പ്രകാരമല്ല, വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം കയറി വന്നിരിക്കുന്ന കമ്പനീസ്. And the third one, any LLP, okay, limited liability partnership constitute under the LLP Act 2008. Okay, and next one, personal guarantors to the corporate debtors. Corporate debtors in vendi nikkunna personal guarantors. And the next one, partnership firms and proprietary firms and individuals other than personal guarantors to the corporate debtors. മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്കാണ് സെക്ഷൻ 2 പ്രകാരം എന്താണ് ഇത് അപ്ലിക്കബിൾ ആവണേ. സോ സെക്ഷൻ 1 നമ്മൾ പറഞ്ഞത് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എല്ലാവർക്കും IBC എന്ന് പറയുന്ന ബാധകമാണ്. സെക്ഷൻ 2-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഇത് ബാധകം. സോ അവിടെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസിന്, സ്പെഷ്യൽ ആക്ട് പ്രകാരം ചെയ്തിരിക്കുന്നവർക്ക്, കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ ഗ്യാരണ്ടേഴ്സിന്, പിന്നെ LLPക്ക്, പാർട്ട്ണർഷിപ്പ് ഫേംസിന്, ഇൻഡിവിജ്വൽസിന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അടുത്തൊരു കാര്യം പറയാൻ പോണേ. 2-3 തവണ എക്സാമിന് ചോദിച്ചൊരു പോയിന്റാണ് ആർക്കൊക്കെയാണ് ഇത് ബാധകം അല്ലാത്തത്. ഓക്കെ, ദ കോഡ് ഡസ് നോട്ട് കവർ ആർക്കൊക്കെയാ? ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഓർ പെൻഷൻ ഫണ്ട്സ്. മനസ്സിലായി? സോ ആദ്യത്തെ 6 പോയിന്റ് ആർക്കൊക്കെയാണ് ഇത് ബാധകമെന്ന് പറയുകയാണെങ്കിൽ, 7ാമത്തെ പോയിന്റ് ഈ IBC എന്ന് പറയുന്നത് ആർക്കൊക്കെ ബാധകമല്ല എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, so section 1 extend the whole of India, section 2 ആർക്കൊക്കെയാണ് applicable എന്ന് പറയുന്നു, and the next one section 3. ഓക്കെ, IBCയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഏതൊരു ആക്ട് പഠിക്കുകയാണെങ്കിലും ഡെഫിനിഷൻസ് എല്ലാം കൂടെ കയറി വരുന്നത് സെക്ഷൻ 2-ലായിരിക്കും അല്ലേ. ദ മെജോറിറ്റി ഓഫ് ദ ആക്ട് എല്ലാത്തിനകത്തും സെക്ഷൻ 2-ലാണ് ഡെഫിനിഷൻസ് കയറി വരുന്നത്. പക്ഷേ IBCക്കകത്ത് ഒരു സെക്ഷനിൽ മാത്രമല്ല ഡെഫിനിഷൻസ് കയറി വരുന്നത്, 2 സെക്ഷനായിട്ടാണ് ഡെഫിനിഷൻസ് കയറി വരുന്നത്. സോ പാർട്ട് 1-നകത്ത് പ്രിലിമിനറി മാത്രമായതുകൊണ്ട് സെക്ഷൻ 3-കകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അടുത്തത് സെക്ഷൻ 5 പ്രകാരം വേറെ കോർപ്പറേറ്റ്സിന് മാത്രമായിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് വേറെ പറയുന്നുണ്ട്. നമുക്കത് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സെക്ഷൻ 3 എന്ന് പറയുന്നതിനകത്ത് ഡെഫിനിഷൻസിനകത്ത് ഓക്കെ, ദ ഫസ്റ്റ് വൺ ബോർഡ് എന്ത് തന്നെയായിരിക്കും? ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അതിനെയാണ് ഇവിടെ ബോർഡായിട്ട് പറയണേ. ആൻഡ് ബെഞ്ച്, ആ ബോർഡ് ഓരോ കേസ് തീർക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണോ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ അതിനെയാണ് നമ്മൾ ബെഞ്ച് എന്ന് പറയണേ. ആൻഡ് കോർപ്പറേറ്റ് പേഴ്സൺ ആര് വേണേലും ആവും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കമ്പനി ആവാം, അല്ലെങ്കിൽ LLP ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് കയറി വരുന്ന ആരും ആവാം. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ടേം ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. സോ ഹിയർ കോർപ്പറേറ്റ് പേഴ്സൺ മീൻസ് കമ്പനി ആവാം, അല്ലെങ്കിൽ LLP ആവാം, അതോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് ആരും ആവാം. ഏത് ആക്ടിന്റെ കീഴിൽ വരുന്ന ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് കയറി വരുന്ന ആരും ആവാം. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി. ആൻഡ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ, ആ കോർപ്പറേറ്റ് പേഴ്സൺ, ഏത് കോർപ്പറേറ്റ് പേഴ്സൺ ആണോ ഡെപ്റ്റ് വരുത്തി വെക്കുന്നത്, കടബാധ്യത ഉണ്ടാക്കുന്നത്, അവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. വൺസ് അഗൈൻ, ഈ കോർപ്പറേറ്റ് പേഴ്സൺസ് ആണോ ഡെപ്റ്റ് വരുത്തി വെക്കുന്നത്, ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്, അവരെ നമുക്ക് കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് പറയാം. ക്രെഡിറ്റർ മീൻസ് നമ്മൾ ആർക്കാണോ കാശ് കൊടുക്കാനുള്ളത് അവരെയാണ് ക്രെഡിറ്റർ ആയിട്ട് പറഞ്ഞത്. അവിടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് വരും, ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് വരും, സെക്യൂർഡ് വരും, അൺസെക്യൂർഡ് വരും, അങ്ങനെ ഏത് വേണേലും വരും. ആ ഓരോ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വഴിയേ അടുത്ത ഡെഫിനിഷൻസിനകത്ത് പറയാം. അടുത്തത് ഡെപ്റ്റ്, നമ്മൾ എത്രയാണോ കൊടുക്കാനുള്ള എമൗണ്ട് ഇറ്റ്സ് കോൾഡ് ഡെപ്റ്റ്. ആൻഡ് ഡിഫോൾട്ട്, ആ ഡെപ്റ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡ്യൂ ആണ്, പക്ഷേ അത് നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് പറയണേ. ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് വേണേലും ആവാം. ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററിൻ്റെ ഏത് ഡീറ്റെയിൽസ്, അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ആവാം, ലൈബിലിറ്റി ആവാം, ബാലൻസ് ഷീറ്റ് ആവാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആവാം, P&L ആവാം, അങ്ങനെ ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഏത് പ്രകാരം വരും? സെക്ഷൻ 313 പ്രകാരം വരും. ആൻഡ് ദ പേഴ്സൺസ്, ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയുന്ന പോലെ ഇവിടെയും പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വരാം, HUF വരാം, ഫേം വരാം, LLP വരാം, കമ്പനി വരാം, ട്രസ്റ്റ് വരാം, അങ്ങനെ എന്ത് വേണേലും വരാം. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ ഓർത്തിരിക്കണം, നോൺ റെസിഡൻറ്റും കൂടെ ആവാം, കുഴപ്പമില്ല. മനസ്സിലായി? പേഴ്സൺ റെസിഡൻറ്റിനെ ആവണമെന്ന് നിർബന്ധമില്ല, നോൺ റെസിഡൻറ്റ് വേണേലും ആവാം. ആൻഡ് നെക്സ്റ്റ് വൺ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന എന്താ, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി, കമ്പനിയുടെ മുകളിലുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി പണയം വെച്ചിട്ടാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ആ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്താണോ ഇൻട്രസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഏതാണോ വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്ലഡ്ജ് ആവാം, അല്ലെ, മോർഗേജ് ആവാം, എന്ത് വേണേലും ആവാം.
സോ ഒരു സെക്യൂരിറ്റി പണയം വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ആ സെക്യൂരിറ്റിയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റിനെ നമുക്ക് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ട്രാൻസാക്ഷനും ട്രാൻസ്ഫറും. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സാധനം എന്ത് വേണേലും ആവാം. ഒരു എഗ്രിമെന്റ് അറേഞ്ച്മെന്റ് ഏത് ഈ പറയുന്നത് പോലെ കമ്പനിയായിട്ട് കമ്പനിയുടെ അകത്തോട്ടോ കമ്പനിയുടെ പുറത്തോട്ടോ വരുന്ന ഏതിന് വേണേലും നമുക്ക് എന്താണെന്ന് പറയാം, ഒരു ട്രാൻസാക്ഷൻ ആണെന്ന് പറയാം. ഒരു എഗ്രിമെന്റോ ഒരു അറേഞ്ച്മെന്റോ എന്ത് വേണേലും ആവാം. ആൻഡ് ട്രാൻസ്ഫർ മീൻസ് സെയിൽ ആവാം, പർച്ചേസ് ആവാം, ലോൺ ആവാം, ഗിഫ്റ്റ് ആവാം, എന്ത് വേണേലും ആവാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കയറി വരുന്ന ഡെഫിനിഷൻസ്. ഇത് ഓർത്തിരിക്കണം. ഇതുവരെ എക്സാമിന് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻസ് എഴുതാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ഭാവിയിൽ ഓരോരോ ആക്ടിനകത്തും ഓരോരോ കാര്യത്തിനകത്തും ഓരോ സെക്ഷൻസിനകത്തും ഇതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായി? ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഡിഫൈൻ ഇന്ന സെക്ഷൻ ഇന്ന എത്രയാണെന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് ഓർത്തിരിക്കുക, ബോർഡ്, ബെഞ്ച്, കോർപ്പറേറ്റ് പേഴ്സൺ, കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് പേഴ്സൺസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ, കമ്പനിയോ LLP ആവാം. അവിടെ വീണ്ടും എഗെയിൻ ഞാൻ പറയുന്നു, പക്ഷേ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായേ പറ്റൂ, ലിമിറ്റഡ് ആയേ പറ്റൂ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, ഇതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ IBC എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. മെയിനായിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ തരംതിരിക്കണേ. ഫസ്റ്റ് വൺ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ അത് കണ്ടോ. ആ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യനെ 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. അതായത് ഇതിന്റെ കീഴിൽ തന്നെ വരുന്ന 3 കാര്യങ്ങൾ, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. ആൻഡ് തേർഡ് വൺ, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന ആ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് കമ്പനിക്ക് അകത്ത് കയറി കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ, നമുക്കും ആവാം, ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റൊക്കെ ആവാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസും ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പറയാം. സോ ഇപ്പോൾ ഇത് മാത്രം ആലോചിക്കുക, നമ്മൾ കമ്പനി ഇൻസോൾവൻ്റ് ആകാൻ പോകുന്ന കമ്പനീനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. സോ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാൾ കമ്പനിക്കകത്ത് കയറി ചെല്ലുന്നു. കമ്പനിക്കകത്ത് കയറി ചെന്ന് കമ്പനിയുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആരാ? ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. ആ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയണേ. ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഈ IBCയുടെ എല്ലാ കാര്യങ്ങളും കയറി വരുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇതിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചു: ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഇതെന്താന്ന് മനസ്സിലായാലേ, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്താണെന്ന് മനസ്സിലായാലേ ബാക്കിയുള്ള 2 പറയാൻ പറ്റുള്ളൂ. ആ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ആ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. ഇവരുടെ ഒരു ഓർഗനൈസേഷൻ തന്നെ വേണേൽ പറയാം, അല്ലെങ്കിൽ ഇവർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഏജൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയാം. ഇവർ ആ ഒരു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറേ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് വേണ്ടേ? ആ കമ്പനിയെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ചാണെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സിനെ കുറിച്ചാണെങ്കിലും അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിനകത്ത് തീർന്നാൽ സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മീൻസ്, അതായത് IBC പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു കോർപ്പറേറ്റ് ഡെപ്റ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് തരാനുള്ള ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ IBC പറയുന്ന റൂൾ ഫുള്ളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങളെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ നിങ്ങളാണെന്ന് വിചാരിക്കുക. കമ്പനി ഇൻസോൾവൻ്റ് ആവാൻ പോവുകയാണ്. സോ ഞാൻ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു റോളിന് കമ്പനിക്കകത്തോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് കമ്പനിയുടെ കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഞാൻ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ ഞാൻ കമ്പനിയിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നു. സോ ചിലപ്പോൾ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് നെഗറ്റീവ് ആകും. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന IBC പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതുപടി തന്നെ അനുസരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ IBCനെ അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന കാര്യം പറഞ്ഞത്. ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി 2 ആയിട്ടാണ് തരംതിരിക്കണേ. ഒന്ന് NCLTയും പിന്നൊന്ന് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലും. അതായത് നമ്മൾ 3 ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേംസോ ഇൻഡിവിജ്വൽസോ ആണ് പറഞ്ഞത്. കമ്പനി ആണെങ്കിൽ NCLT ആണ് പറഞ്ഞത്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ് പറഞ്ഞത്. മറ്റേതാണെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ആണ് പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് അവരെന്തായാലും ഉത്തരവിട്ടു, അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പീൽ പോകണമെങ്കിൽ എങ്ങോട്ട് പോവാം? അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് അപ്പീൽ പോവാം.
അതും ഏതുപോലെ തന്നെയാണ് വരുന്നത്, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ തന്നെ. ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഓർഡർ ഇടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഓർഡറായിട്ട് അങ്ങോട്ട് പോകാം, ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുന്നോട്ട് പോകാം. സിറ്റുവേഷൻ മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻസോൾവൻസി പ്രൊഫഷനിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അതേപോലെ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എങ്ങോട്ട് പോവാം? നിങ്ങൾ കമ്പനി ആണെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലോട്ട് പോവാം. ഇങ്ങനെ IBC പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇതൊന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലോട്ട് പോവാം. ഇനി അവിടുന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു ഓർഡർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് സാധിക്കും. മനസ്സിലായി? അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് ലാസ്റ്റാണ്, appeal against the order of NCLAT and debt recovery appellate tribunal can be filed to the Supreme Court. So അവിടുന്ന് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, എവിടുന്ന അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലോട്ട് പോകാം. എത്ര ദിവസത്തിനുള്ളിൽ? 45 ദിവസത്തിനുള്ളിൽ പോകണം. പക്ഷേ ഒറ്റ കേസേ ഉള്ളൂ. ഏത് സാഹചര്യത്തിൽ മാത്രമേ പോകാവൂ? ക്വസ്റ്റ്യൻ ഓഫ് ലോ അറൈസിങ് ഔട്ട് ഓഫ് സച്ച് ഓർഡർ. ദാറ്റ് മീൻസ് ഈ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഓർഡറിനകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ, നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതിലോട്ട് പോകാവൂ? സുപ്രീം കോടതിയിലോട്ട് പോകാവൂ. ആ സുപ്രീം കോടതിയിലോട്ട് പോകുന്നത് എപ്പോൾ പോകണം? 45 ദിവസത്തിനുള്ളിൽ പോകണം. ഓക്കെ. സോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. അത് കമ്പനി ആണെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആയിരിക്കും. ഇനി അവിടുന്ന് ഓർഡർ നെഗറ്റീവ് ആണെങ്കിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോവാം. ആ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്ന് വരുന്ന ഓർഡറും ഈ പറയുന്ന പോലെ നിയമത്തിനെതിരാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആരെ കാണാം? സുപ്രീം കോടതിയെ കാണാം. ഇതേപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏതിൻ്റെ കീഴിൽ പോവാം? ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ കൂടെ പോവാം. സോ ഇൻഡിവിജ്വൽക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ വരികയാണ്, IBCയിൽ നിന്ന് ഇൻഡിവിജ്വലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ വരികയാണെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ കീഴിൽ പോവാം. അവിടുന്നും നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഓർഡർ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോവാം. ഓക്കെ. അവിടുന്നും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ അവിടുന്നും നിങ്ങൾക്ക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരെ കാണാം? ഈ പറയുന്ന പോലെ സുപ്രീം കോടതിയിലോട്ട് പോകാം. അവിടെയും ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടായിരിക്കണം. 45 ദിവസത്തിനുള്ളിൽ എന്നും കൂടെ കൊടുത്തിരിക്കണം ഈ പറയുന്ന അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തിരിക്കണം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു റെഗുലേറ്ററി മെക്കാനിസം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ IBCക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ഉണ്ടാവണം, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ടാവണം, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, IBC. So നോക്കി, an insolvency and bankruptcy board of India will be established by the central government. Okay, ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. will be established by the central government under section 188(1) of Insolvency and Bankruptcy Code 2016. And the second one, the board will have the power of civil code. ഓരോ സെന്റൻസിനകത്തും ഓർത്തു വെക്കാനുള്ള കാര്യം ഞാൻ പറയണേ. നോക്കിയേ, ബോർഡിന് ഏതിൻ്റെ പവറാണ് കൊടുത്തിരിക്കണേ? സിവിൽ കോഡിൻ്റെ പവറാണ് കൊടുത്തിരിക്കണേ. ഇൻ റെസ്പെക്ട് ഓഫ് ഇഷ്യൂയിങ് സമൻസ്, ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ്, ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് കമ്മീഷൻസ് ഫോർ എക്സാമിനേഷൻ വിറ്റ്നസ്, സെക്ഷൻ 196(2) ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ദാറ്റ് മീൻസ് ഈ പറയുന്ന IBCക്ക് ഈ പറയുന്ന ഏതിൻ്റെ സിവിൽ കോഡിൻ്റെ അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഈ ഫേമിനകത്ത് കയറിയിട്ട് ബുക്സോ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരാനും അത് ചെക്ക് ചെയ്യാനും അതിനുള്ള ഒരു അവകാശമാണ് കൊടുത്തിരിക്കുന്നത്. Okay, and the third one, the constitution of the board has been specified in section 189 of Insolvency and Bankruptcy Code 2016. The board will have headed by the chairperson and it will consist of 10 members, out of which at least 3 will be the whole time members. Okay, അതായത് ആ ബോർഡിന്റെ കോമ്പോസിഷൻ ആണ് പറയണേ. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. will consist of 10 members, out of which at least 3 will be the whole time members. 10 മെമ്പേഴ്സ് ഉണ്ട്. ആ 10 മെമ്പേഴ്സിലെ മിനിമം 3 പേരെങ്കിലും ഏതായിരിക്കണം? ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ 3 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ, രണ്ടാമത്തത് സിവിൽ കോഡിന്റെ പവറാണ് പറഞ്ഞേ, മൂന്നാമത്തത് അതിന്റെ കോമ്പോസിഷൻ ആണ്. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം, 10 മെമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കണേ. അതിനകത്ത് 3 പേരെങ്കിലും എന്തായിരിക്കണം? ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. നമുക്ക് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്താണെന്ന് പറയാം, എന്നിട്ട് തിരിച്ച് ഏതിലോട്ട് വരാം? ഏജൻസിയിലോട്ട് വരാം. Okay, insolvency professionals. Insolvency professional means a person enrolled under section 206 of Insolvency and Bankruptcy Code 2016 with an insolvency professional agencies as its member and registered with the board as an insolvency resolution professional under section 207 of Insolvency and Bankruptcy Code 2016.
ദാറ്റ് മീൻസ് ആ ഇൻഷുറൻസി പ്രൊഫഷണൽ ഏജൻസിക്കകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഷുറൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി? സോ ഇനി നോക്കി, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്? നോക്കി, വർക്ക് റിലേറ്റഡ് ടു ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഈസ് എക്സ്പെക്ടഡ് ടു ബി ഹാൻഡിൽഡ് ബൈ ദി ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. അതായത് ഈ റെസൊല്യൂഷൻ പ്രോസസ് ഹാൻഡിൽ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇൻസോൾവൻസി പ്രൊഫഷണൽസ് തന്നെയാണ്. ദീസ് പ്രൊഫഷണൽസ് ആർ റിക്വയർഡ് ടു ബി രജിസ്റ്റർഡ് വിത്ത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. അവർ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻഷുറൻസി പ്രൊഫഷണൽ ഏജൻസിയിലാണ്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് എന്തിനാണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. റെസൊല്യൂഷൻ പ്രോസസ്സ് ഫുള്ളായിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് തന്നെയാണ്. അവർ രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഇൻഷുറൻസി പ്രൊഫഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത്. Okay, and the second one, insolvency professional agency means any person registered with the board under section 201 of the Insolvency and Bankruptcy Code 2016 as an insolvency professional agencies. Okay, ആ ഒരു സെക്ഷൻ ഓർത്തിരുന്നാൽ മതി. അത് ഓർക്കണമെന്നില്ല, അങ്ങനെ സെക്ഷൻസ് ഒന്നും ചോദിച്ച് കാണാറുമില്ല. സോ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് ആണ് ഇതെല്ലാം ചെയ്യണേ, അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ ആണ് ഇതെല്ലാം ചെയ്യണേ. അവർ രജിസ്റ്റർ ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരെ അപ്പോയിന്റ് ചെയ്യണേ, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യണേ. മനസ്സിലായി? അതായത് ഇവരിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽസിന്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ഈ പറയുന്ന ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഓക്കെ, the information utility means a person who is registered with the Insolvency and Bankruptcy Board of India as an information utility. ആ സെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇൻഫർമേഷൻ യൂട്ടിലിറ്റി വിൽ ബി കളക്ട് ആൻഡ് കൊളേറ്റ്, ഓതന്റിക്കേറ്റ് ആൻഡ് ഡിസ്മിനേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ബി യൂസ്ഡ് ഇൻ ഇൻസോൾവൻസി, ലിക്വിഡേഷൻ ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിംഗ്സ്. ദാറ്റ് മീൻസ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആർക്കാ, ഇൻസോൾവൻസി പ്രൊഫഷണലിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ബാക്കിയുള്ള ഇൻഫർമേഷൻസും കൊണ്ടുവരിക. Okay, and it will also provide core services to any person if such a person complies with the terms and conditions as may be specified in the regulations. That means ഇവർക്ക് വേണ്ടിയിട്ട് വരുന്ന പ്രൈമറി ആക്ടിവിറ്റീസ് പറഞ്ഞായിരുന്നു, അതിൻ്റെ കൂടെ തന്നെയാണ് പറയണേ ഈ ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്തും കൂടെ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കോർ സർവീസുകളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദ കോർ സർവീസസ് മീൻസ്, ഓക്കെ, here core services means services rendered by an information utilities for accepting electronic submissions of financial information in such form and manner as may be specified. And second one, safe and accurate recording of financial information. And third one, authenticating and verifying the financial information submitted by a person. And the providing access to the information stored with the information utility to a person as may be specified. Okay, so ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്ന എന്താണ് ഒരു കോർ സർവീസസ് ആയിട്ട് കൊടുക്കണേ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് സെക്ഷൻ 1, 2, 3 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോട്ടൽ IBCനെ നമ്മൾ 5 ഹെഡിലോട്ടാണ് തരംതിരിച്ചത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിനെ സെക്ഷൻ 1, 2, 3 എന്ന് പറയുന്ന പ്രിലിമിനറി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് മുമ്പ് ആ റെസൊല്യൂഷൻ പ്രോസസ്സിൻ്റെ ടൈം പറഞ്ഞായിരുന്നു, 180 പ്ലസ് ഒരു 90 ഡേയ്സും കൂടെ പറഞ്ഞായിരുന്നു അല്ലേ. സെക്ഷൻ 1 പ്രകാരം നമ്മൾ പറഞ്ഞത് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. സെക്ഷൻ 2 പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആവുന്നത്, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ അല്ലാത്തത്. അവിടെ കൂടുതൽ തവണ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് 7th പോയിന്റ് ആണ്, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ അല്ലാത്തതെന്നുള്ളത്. ഓക്കെ, സെക്ഷൻ 3 നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് ആണ്. അവിടെ ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞു, ഡെഫിനിഷൻസ് അവിടെ വെച്ച് മാത്രം തീരുന്നില്ല. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ട് മാത്രമാണ് അത്രയും ഡെഫിനിഷൻസ് നമ്മളോട് പറഞ്ഞത്. അവിടെ ആ ഡെഫിനിഷൻസ് പറഞ്ഞപ്പോൾ കോർപ്പറേറ്റ് പേഴ്സൺസ് എന്താണെന്ന് പറഞ്ഞു. ആ കോർപ്പറേറ്റ് പേഴ്സൺസിനകത്ത് ഞാൻ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഏതാ? ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ടായിരിക്കണം. ആ പേഴ്സൺസ് ആണെങ്കിൽ അവിടെ പേഴ്സൺസ് വേണമെങ്കിൽ നോൺ റെസിഡൻറ്റും വേണേലും ആവാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ പറഞ്ഞത് അതിൻ്റെ ആ ഒരു റെഗുലേഷൻ അല്ലേ, അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്. IBCയുടെ കീഴെ പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ആൻഡ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് കമ്പനിക്കാണെങ്കിൽ NCLTയും മറ്റവർക്കാണെങ്കിൽ ഇൻഡിവിജ്വൽസിനോ ഫേംസിനോ ആണെങ്കിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുമാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഓർഡർ വരുന്നതെങ്കിൽ അവരുടെ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോകാം. അതായത് കമ്പനി ആണെങ്കിൽ നാഷണൽ കമ്പനിയിലോ അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ടും ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് പോകാം. അവിടുന്ന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് ലോ അറൈസിങ് അല്ലേ, അങ്ങനെ കയറി വരികയാണെങ്കിൽ അവിടെ സുപ്രീം കോടതിയിലോട്ട് പോകാം. 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണമെന്ന് മാത്രം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് വളരെ ബേസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നല്ലപോലെ ഈ വീഡിയോ പഠിക്കുക. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.